നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 7 വരെ ഓൺലൈനായി അപ്ലൈ ചെയ്യാം. വെബ്സൈറ്റ് neet.nta.nic.in. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാർച്ച് 9 മുതൽ കറക്റ്റ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻസുകളിൽ ഏതെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ NTA അത് നിങ്ങളെ അറിയിക്കുന്നതും അഡ്മിറ്റ് കാർഡിന് മുമ്പായി അത് തിരുത്തുവാനുള്ള അവസരം ലഭിക്കുന്നതുമാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, എക്സാം സെൻറ്റർ എവിടെയാണ് പരീക്ഷ എഴുതേണ്ടത്, ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏത് കാറ്റഗറിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം. ഓൺലൈൻ അപ്ലൈ ചെയ്യാനായി 2 മൊബൈൽ നമ്പറും 2 ഇമെയിൽ ID ആവശ്യമാണ്. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്: പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, കാൻഡിഡേറ്റ് സിഗ്നേച്ചർ, കാൻഡിഡേറ്റ്സ് 10 ഫിംഗേഴ്സിൻ്റെയും ഇംപ്രഷൻ, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, ക്ലാസ് 10 പാസ് സർട്ടിഫിക്കറ്റ്, പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന ID പ്രൂഫ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അഡ്രസ് പ്രൂഫും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ 2 പ്രൂഫും ഒരു PDF ഫയലായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് 1700 രൂപയാണ് ജനറൽ വിഭാഗത്തിന്. റിസർവേഷൻ കാറ്റഗറിക്ക് 1600 രൂപയും SC/ST PWD വിഭാഗത്തിന് 1000 രൂപയായിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ്. ഇന്ത്യക്ക് പുറത്താണ് എക്സാം സെൻറ്റർ എങ്കിൽ 9500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായി നാം അടയ്ക്കേണ്ടത്. നീറ്റ് 2025 ഓൺലൈൻ രജിസ്ട്രേഷനിലേക്ക് വെബ്സൈറ്റ് neet.nta.nic.in. കാൻഡിഡേറ്റ് ആക്ടിവിറ്റി NEET UG 2025 രജിസ്ട്രേഷൻ ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. 2024 രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ പോലും ഇതിൽ നമുക്ക് പുതിയ രജിസ്ട്രേഷനാണ്. എല്ലാ കുട്ടികൾക്കും ന്യൂ രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് പല സ്റ്റെപ്പുകളുണ്ട്, പേയ്മെൻറ്റ് വരെയുള്ള സ്റ്റെപ്പുകൾ. ആ സ്റ്റെപ്പുകൾ നമുക്ക് പല സമയത്തായിട്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ജനറേറ്റ് ചെയ്തവർക്കുള്ളതാണ് ലോഗിൻ എന്നുള്ള പേജ്. ആദ്യം എല്ലാവരും ന്യൂ രജിസ്ട്രേഷൻ. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ജനറൽ വിഭാഗത്തിന് 1700 രൂപയും, OBC EWS വിഭാഗത്തിന് 1600 രൂപയും, SC/ST PWD വിഭാഗത്തിന് 1000 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ്. നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വായിച്ചു നോക്കി ഉറപ്പായതിനു ശേഷം നമ്മൾ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ്. ഡീറ്റെയിൽസ് എല്ലാം ആസ് പെർ ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് അനുസരിച്ച്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പരീക്ഷാ സമയത്ത് പോകുമ്പോൾ എക്സാം സെൻറ്ററിൽ നമ്മളുടെ കാൻഡിഡേറ്റിൻ്റെ പേര് ഈ ക്ലാസ് 10 മാർക്ക് ലിസ്റ്റിൽ അതേപടി ഉള്ളതുപോലെ ഒരു ID പ്രൂഫും കൂടെ നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് നമ്മളുടെ ആധാറിലോ അല്ലെങ്കിൽ ID പ്രൂഫിലുള്ള പേരിന് മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ IDയിൽ നമുക്ക് പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു സേഫ്റ്റിക്കായിട്ട് നമ്മുടെ ID പ്രൂഫിലുള്ള പോലെ പേര് എൻട്രി ചെയ്യുന്നു. അഡ്മിഷൻ സമയത്ത് നമ്മളത് 1 and same സർട്ടിഫിക്കറ്റ് കാണിച്ച് കറക്റ്റ് ചെയ്യുന്നു. അതല്ല, IDയിലും നമ്മളുടെ ക്ലാസ് 10 ഒരേപോലെ പേരുള്ളവരെല്ലാം ക്ലാസ് 10 അനുസരിച്ച് പേര് കംപ്ലീറ്റ് ചെയ്യുന്നു. കാൻഡിഡേറ്റിൻ്റെ പേര്, ദെൻ ഫാദേഴ്സ് നെയിം, അടുത്തത് മദേഴ്സ് നെയിം. അവിടെയൊക്കെ കാൻഡിഡേറ്റിൻ്റെ 10th മാർക്ക് ലിസ്റ്റിൽ എന്താണോ അച്ഛൻ്റെ അമ്മയുടെ സ്പെല്ലിംഗ് അത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ദെൻ കാൻഡിഡേറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആസ് പെർ ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് തന്നെ. ജെൻഡർ. ദെൻ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്നതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് കാൻഡിഡേറ്റിൻ്റെ പേരും നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ റീടൈപ്പ് ചെയ്യുന്നു. അഡ്മിഷൻ എടുക്കുന്ന വർഷം 17 വയസ്സാകുക എന്നുള്ളതാണല്ലോ നമ്മളുടെ എലിജിബിലിറ്റി ക്ലോസ്. ദെൻ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാം എവിടെയാണ് എഴുതുന്നത്, ഏത് സ്റ്റേറ്റിലാണ് എഴുതുന്നത് എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. നമ്മൾ എക്സാം ഏത് സ്റ്റേറ്റിൽ എഴുതുന്നോ, കേരളത്തിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ കേരളത്തിലൊരു അഡ്രസ്സ് ഉണ്ടാവണം.
കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും സ്റ്റേറ്റിലാണ് പരീക്ഷ എന്നെങ്കിൽ അവിടുത്തെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. പെർമനൻറ്റോ പ്രസൻറ്റിലോ ഏതെങ്കിലും ഒന്നിൽ. വിദേശത്താണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ ഒരു അഡ്രസ്സ് അവിടെ ഉണ്ടായിരിക്കണം. അഡ്രസ്സിന് നമുക്ക് പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആധാർ, പാസ്പോർട്ട്, അതുപോലെ സ്കൂൾ ID പ്രൂഫ്, അങ്ങനെ ഏത് വേണമെങ്കിലും, അല്ലെങ്കിൽ റെൻറ്റ് എഗ്രിമെൻറ്റ്, വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ എമിറേറ്റ്സ് ID പോലെയുള്ള ID ഒക്കെ നമുക്ക് എൻട്രി ചെയ്യാം, അപ്ലോഡ് ചെയ്യാം അഡ്രസ് പ്രൂഫിനായിട്ട്. അതുകൊണ്ട് അഡ്രസ് പ്രൂഫ് എന്ന് പറയുന്നത് ഏത് ജില്ലയിൽ പരീക്ഷ എഴുതുന്നോ ആ ജില്ലയിൽ തന്നെ അഡ്രസ്സ് വേണമെന്നില്ല, ആ സ്റ്റേറ്റിൽ അഡ്രസ്സ് ഉണ്ടായാൽ മതിയാകും. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തുള്ളൊരു വ്യക്തി, അദ്ദേഹം അഡ്രസ്സ് കൊടുക്കുന്നു, പ്രസൻറ്റും പെർമനൻറ്റും കൊടുക്കുന്നു. അദ്ദേഹത്തിന് കോട്ടയത്ത് പരീക്ഷ എഴുതാം, കോട്ടയത്തെ അഡ്രസ് പ്രൂഫ് വേണമെന്നില്ല, തിരുവനന്തപുരത്തെ അഡ്രസ് പ്രൂഫ് വെച്ച് തന്നെ കോട്ടയത്ത് പരീക്ഷ എഴുതാം. ദെൻ വീട്ടുപേര്, ഇത് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു അഡ്രസ്സ് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. 10th സർട്ടിഫിക്കറ്റ് പോലെ തന്നെ വേണം, അല്ലെങ്കിൽ ആധാറിലുള്ളത് എക്സാക്ട്ലി ID അങ്ങനെ തന്നെ, അഡ്രസ്സ് അങ്ങനെ തന്നെ ആയിരിക്കണം, അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളുടെ കറക്റ്റ് അഡ്രസ്സ് എന്താണോ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വിദേശത്ത് അഡ്രസ്സ് വെക്കുമ്പോൾ പിൻകോഡ് എന്ന് പറയുന്ന 6 ഡിജിറ്റ് ഇല്ലാത്തതിനാൽ ബാക്കി റിമൈനിങ് 0 ചേർത്ത് അവിടെ സിപ്പ് കോഡ് അല്ല പോസ്റ്റൽ കോഡാണുള്ളത്, അത് 6 ഡിജിറ്റ് ഇല്ലെങ്കിൽ റിമൈനിങ്ങിൽ 0 ചേർത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും, നമ്മൾ ഈ ആദ്യം കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറുമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അഡ്മിഷൻ സമയത്ത് വരെ അത് നമുക്ക് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ആദ്യം പ്രിലിമിനറി രജിസ്ട്രേഷന് കൊടുക്കുന്ന ഇമെയിൽ ID മൊബൈൽ നമ്പറുമാണ് ഏറ്റവും പ്രധാനമുള്ളത്. ഇമെയിൽ ID ഇത് സ്റ്റുഡൻറ്റിൻ്റെ ഇമെയിൽ ID ആയിരിക്കണം, അല്ലെ പേരൻ്റ് ആയിരിക്കണം എന്നുള്ള ഇതല്ല, വാലിഡ് ആയിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് 2 മൊബൈൽ നമ്പറും 2 ഇമെയിൽ IDയും വേണം. അടുത്ത ഒരു എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു നമ്പർ തന്നെ ഉള്ളൂ, ഒരു ഇമെയിൽ ID തന്നെ ഉള്ളൂ. അതിനുശേഷം 3ാമത്തെ മൊബൈൽ നമ്പറാണ് നമ്മളോട് ഓൾട്ടർനേറ്റീവ് കോൺടാക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അത് നിർബന്ധമുള്ളതല്ല, ഓപ്ഷണലാണ്. 3ാമത് അങ്ങനെ ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. പെർമനൻറ്റും പ്രസൻറ്റും ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ജില്ല മാറി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് 2 ജില്ലയിലെ അഡ്രസ്സുള്ള പ്രൂഫൊന്നും ഉണ്ടാക്കണ്ട. കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു അഡ്രസ്സ് മാത്രം മതിയാകും നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പരീക്ഷ എഴുതാൻ. ഡിഫറൻറ്റ് അഡ്രസ്സാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ 2ൻ്റെയും അഡ്രസ് പ്രൂഫ് നമ്മൾ ഒരുമിച്ച് ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരേ അഡ്രസ്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് പ്രസൻറ്റ് രണ്ടും നമുക്ക് സെയിം കൊടുക്കാം. അതിനുശേഷം ആൽഫ ന്യൂമറിക് പാസ്വേഡ് 8 മുതൽ 13 ക്യാരക്ടർ വരെയുള്ള പാസ്വേഡ് ആയിരിക്കണം. അതിൽ ആൽഫബറ്റ് ഉണ്ടായിരിക്കണം, അപ്പർ കേസ് ഉണ്ടായിരിക്കണം, ലോവർ കേസ് ഉണ്ടായിരിക്കണം, ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടായിരിക്കണം, സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ ഉള്ള ഒരു പാസ്വേഡ് ഉപയോഗിക്കുന്നു. നമ്മൾ ഇൻ കേസ് പാസ്വേഡ് ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ മറന്നു പോകുന്ന സമയത്ത് നമുക്ക് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതിൻ്റെ കറക്റ്റ് ആൻസറും ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാസ്വേഡ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ ആൻസർ ക്യാപിറ്റലാണോ സ്മോൾ ആണോ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതിനാണ് പ്രാധാന്യം. പ്ലേസ് ഓഫ് ബർത്ത് എന്ന് വെച്ചിട്ട് കോട്ടയം എന്നാണെന്നുണ്ടെങ്കിൽ അത് അപ്പർ കേസ് ആണോ സ്മോൾ കേസ് ആണോ എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം എന്ന് ഓർക്കുക. എന്താണോ ആൻസർ കൊടുക്കുന്നത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ദെൻ താഴെ കാണുന്ന ക്യാപ്ച പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തിട്ട് സാധാരണ ഓരോ കോളങ്ങളും ഫില്ല് ചെയ്യാനായിട്ടൊരു നിശ്ചിത സമയം മാത്രമേ എടുക്കാവുള്ളൂ. ആ സമയപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഈ സ്ക്രീൻ വർക്ക് ചെയ്യില്ല. അത് നിങ്ങൾ രജിസ്ട്രേഷൻ ഇൻകംപ്ലീറ്റ് ആണ്, നിങ്ങളുടെ ഡേറ്റ ഒന്നും സേവ് ആയിട്ടില്ല, നിങ്ങൾ മൊത്തം വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാകും. അതൊരു ചെറിയ മിസ്റ്റേക്ക്, ആ ടൈം ലിമിറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വീണ്ടും ന്യൂ രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യാം. ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഡേറ്റ NTA സേവ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലോസ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാം. നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതെല്ലാം കറക്റ്റ് ആണെന്ന് ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്യുക. കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ
സാധാരണ ജെൻഡറൊക്കെയാണ് നമുക്ക് സാധാരണ തെറ്റിപ്പോകാറുള്ളത്. അഡ്രസ്സ്, ഇതെല്ലാം നമ്മൾ ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ വായിച്ചു, അത് കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതാണ് പ്രിലിമിനറി രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ഐ എഗ്രി കൊടുക്കുന്നു. സബ്മിറ്റ് സെൻഡ് ടു OTP. നമ്മൾ കൊടുത്ത മൊബൈലിലോട്ട് OTP വന്നിട്ടുണ്ട്. ആ OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പ്രിലിമിനറി ആയിട്ടുള്ള എല്ലാ ഡേറ്റകളും സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കേണ്ടതാണ്. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം. പ്രിലിമിനറി രജിസ്ട്രേഷനിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് നമ്മൾ OTP വന്നിട്ടുണ്ടായിരുന്നു. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഡേറ്റ എല്ലാം സേവ് ആയിട്ടുണ്ട്. ഇനി ഇതേ ഡേറ്റ വെച്ച് ഒരിക്കലും നമുക്ക് വീണ്ടും പ്രിലിമിനറി രജിസ്ട്രേഷൻ ചെയ്യരുത്. വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മളുടെ അക്കാഡമിക് ഡീറ്റെയിൽസും നമ്മളുടെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സും പേയ്മെൻറ്റുമാണ് ഇനി റിമൈനിങ് ആയിട്ടുള്ളത്. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോമാറ്റ്. രജിസ്റ്റർ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നാഷണാലിറ്റി തൊട്ടാണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് കൊടുക്കാം. PIO കാർഡ് ഹോൾഡർ ആണെങ്കിൽ അത് എൻ്റർ ചെയ്യാം. അതിനുശേഷം സ്റ്റേറ്റ് എലിജിബിലിറ്റി ആസ് പെർ കാൻഡിഡേറ്റ്. നമുക്ക് പല സ്റ്റേറ്റുകളിൽ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കാം. അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഇപ്പോൾ കേരളത്തിലെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കുമ്പോഴാണ്. അപ്പോൾ കേരള എലിജിബിലിറ്റി. ഇനി കർണാടകത്തിലാണെങ്കിൽ 10th ഉൾപ്പെടെ 7 വർഷം പഠിക്കണം. അപ്പോൾ നമ്മൾ കർണാടക എന്ന് വെക്കും. 2 സ്റ്റേറ്റിലും എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചാലും മതി, നമുക്ക് രണ്ടിടത്തും എലിജിബിലിറ്റി കിട്ടും. ഇനി വിദേശത്തൊക്കെ ആണെന്നുള്ളവരും അവർക്ക് എലിജിബിലിറ്റി ക്ലോസിനനുസരിച്ച് ഏത് വേണമെങ്കിലും വെക്കാം. ഇവിടെ ഐദർ പേരൻ്റ് ഓർ സ്റ്റുഡൻറ്റ് ബോൺ ഇൻ കേരള എന്നുള്ളതാണ് ഇത് നിയമം. ഇവിടെ ഇത് എലിജിബിലിറ്റി വെക്കുന്നതൊന്നും നമ്മുടെ അഡ്മിഷനെ യാതൊരു തരത്തിലും ബാധിക്കുന്നതല്ല. കാറ്റഗറി EWS, OBC, SC, ST എന്നിവ. അതിൽ നമ്മൾ ഏത് കാറ്റഗറി ആണോ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അത് ആ കാറ്റഗറി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അഡ്മിഷൻ സമയമാകുമ്പോൾ വേണമെങ്കിൽ കാറ്റഗറി ചേഞ്ച് ചെയ്യാം, ജനറലിലോട്ട് മാറ്റാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ജനറൽ എന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് നമുക്ക് റിസർവേഷനിലോട്ട് മാറ്റാൻ അനുവദിക്കുന്നതല്ല. നമ്മൾ ജനറൽ EWS OBC ഏതാണോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അത് വെക്കുന്നു. യാതൊരുവിധ റിസർവേഷനും ഇല്ല. ഇനി OBC ആണെങ്കിൽ പോലും നോൺ ക്രിമിനൽ കിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ജനറൽ എന്നാണ് കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്മളിൽ ഒറിജിനൽ ഉണ്ടോ അതോ അപ്ലൈ ചെയ്യാൻ പോകുന്നേ ഉള്ളതെന്നാണ്. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷത്തെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ S എന്ന് കൊടുക്കുകയും ആ നമ്പർ കൊടുക്കുകയും ചെയ്യാം. ഇനി അഡ്മിഷൻ സമയത്ത് നമുക്ക് അത് കാണിക്കണമെന്നില്ല, പുതിയ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. ഇപ്പം നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നോ ഐ ഹാവ് അപ്ലൈഡ് ബട്ട് അവൈറ്റിംഗ് ഫോർ ദ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മൾ അക്ഷയയിൽ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ, ഇല്ലെങ്കിൽ അക്ഷയയിൽ കൊടുത്ത ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ എന്നാണോ അപ്ലൈ ചെയ്യാൻ കൊടുത്തത് അതിൻ്റെ ഡേറ്റ്, അത് ഈ ഫോർമാറ്റിൽ തന്നെ വേണം. ഡേറ്റ്, മന്ത്, ഇയർ, DD, MM, YY ഫോർമാറ്റിൽ തന്നെ വേണം. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? നമുക്ക് ഓൾ ഇന്ത്യ ലെവൽ ആയതുകൊണ്ട് നിർബന്ധമായിട്ടും തഹസീൽദാർക്ക് മാത്രമേ ഇത് ഇഷ്യൂ ചെയ്യാനായിട്ട് ആവുകയുള്ളൂ. ദെൻ PWD വിഭാഗമാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഉള്ളവരെ S എന്ന് പറയുകയും അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയും ചെയ്യുക. ആർ യു ഡയബറ്റിക്? നമ്മൾ എക്സാം സമയത്ത് നമുക്ക് എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ ആഹാര സാധനങ്ങളോ എക്സാം സെൻറ്ററിൽ കൊണ്ടുപോകണമെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അനുവദിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നോയ. പ്ലേസ് ഓഫ് റെസിഡൻസ് നഗരപ്രദേശമാണോ ഗ്രാമപ്രദേശമാണോ? അതുപോലെ തന്നെ ആനുവൽ ഫാമിലി ഇൻകം. ഇതൊരു ഡാറ്റാബേസ് കളക്ഷൻ മാത്രമാണ്. ഇത് നമ്മുടെ റിസർവേഷനെയോ നമ്മളുടെ ഫീസുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ചോദ്യവുമല്ല. ഏകദേശം ഒരു റേഞ്ച് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ക്രിസ്ത്യൻ, മുസ്ലിം പോലെയുള്ള മൈനോറിറ്റി ആണോ എന്ന് ചോദ്യമുണ്ട്. അത് ഡീംഡ് കോളേജുകൾ മാത്രമേ അതിൻ്റെ പ്രയോജനമുള്ളൂ. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതല്ല. എങ്കിലും ക്രിസ്ത്യൻ എന്നുള്ളവരും മുസ്ലിം എന്നുള്ളവർക്കും മൈനോറിറ്റി എന്ന് വെക്കാം, അല്ലെങ്കിൽ നോ. എവിടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ചോദ്യം. കൺട്രി ഓഫ് റെസിഡൻസ്, വിദേശത്താണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കൊടുക്കാം. കുട്ടി കാൻഡിഡേറ്റ് വിദേശത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇന്ത്യൻ തന്നെ കൊടുക്കുന്നു. കസ്റ്റമറി ഡ്രസ്സാണോ നമ്മൾ പരീക്ഷയ്ക്ക് ഇടുന്നത്? നമ്മൾ തട്ടമിട്ടാണോ അല്ലെ കന്യാസ്ത്രീ ആയിട്ട് ആ വേഷമത്തിലാണോ നമ്മൾ പരീക്ഷ എഴുതുന്നത് ചോദിക്കുന്നു. ആ വേഷം ഇട്ടാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ S എന്ന് കൊടുക്കുന്നു. അതല്ല നോർമലായിട്ടാണ് നമ്മൾ എക്സാം സെൻറ്ററിൽ പോകുന്നതെങ്കിൽ നോ എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എസും നോയും കൊടുക്കുന്നത് നമുക്കൊരു അവയർനെസ്സിന് വേണ്ടി മാത്രമാണ്. ഇവിടെ നമ്മളിതിൽ മാറിപ്പോയെന്ന് വിചാരിച്ച് എക്സാമിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മോഡ് ഓഫ് പ്രിപ്പറേഷൻ, ഇതൊരു ഡാറ്റാബേസ് കളക്ഷൻ മാത്രമാണ്. 25 ലക്ഷം വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. സെൽഫ് സ്റ്റഡി,
ഇൻഡിവിജ്വൽ ട്യൂഷൻ ഏത് വേണമെങ്കിലും കൊടുക്കാം. ദെൻ നമ്മൾ ക്യാപ്ച എൻട്രി ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ട ID എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ പേര് എന്താണോ എൻട്രി ചെയ്തിരിക്കുന്നത് അതേ പേരുള്ള ID ഏതാണോ അതാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. നമ്മൾ ആധാറുമായിട്ട് ഷെയർ ചെയ്യാനുള്ള എഗ്രിമെൻറ്റ് കൊടുക്കുന്നു. ആധാർ നമ്പർ നമ്മളിവിടെ എൻട്രി ചെയ്യുന്നു. നമ്മൾ എൻട്രി ചെയ്ത ഡേറ്റ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആധാർ നമ്പറുമായിട്ട് മാച്ച് ആണോ എന്ന് നോക്കുന്നു. ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഏതെങ്കിലും കാരണവശാൽ ആധാർ വെരിഫൈ ചെയ്തില്ല എന്നിടത്തോളൊന്നും യാതൊരു പ്രോബ്ലവുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ID പ്രൂഫിന് നമ്പർ കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഡു യു ഹാവ് ആധാർ ID? ആധാർ ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക. ആധാർ ID എസെൻഷ്യൽ അല്ല, മസ്റ്റ് അല്ല, അതുകൊണ്ട് നോ കൊടുത്ത് വേണമെങ്കിൽ മുമ്പോട്ട് പോകാം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ. നമ്മളുടെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം ഇംഗ്ലീഷ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ കേരളത്തിലാണ് എക്സാം സെൻറ്ററിൽ വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. പക്ഷേ മലയാളം സെലക്ട് ചെയ്ത് നമുക്കറിയാം, നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് സയൻറ്റിഫിക് നെയിമുകളൊക്കെ ഒരിക്കലും നമുക്ക് മലയാളത്തിൽ കിട്ടുന്ന ഒട്ടും അഭികാമ്യമല്ല. ഇംഗ്ലീഷ് തന്നെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ 3 ഡിഫറെൻറ്റ് സെൻറ്ററുകളാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മൾ കേരളത്തിലെ അഡ്രസ്സ് വെച്ചിരിക്കുന്നതുകൊണ്ട് കേരളത്തിലെ ഏത് ജില്ലകളിൽ നമുക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള 3 സെൻറ്ററുകൾ സെലക്ട് ചെയ്യുക. ഒന്നാമത് കൊടുത്തിരിക്കുന്ന ജില്ലയുടെ തന്നെ അഡ്രസ്സ് വേണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം പേരൻസിൻ്റെ ജോലിയും ക്വാളിഫിക്കേഷനും, ഇതൊരു ഡേറ്റാബേസ് കളക്ഷൻ മാത്രമാണ്, നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പ്രൂഫോ അങ്ങനെയുള്ളതൊന്നും യാതൊരു ഹാജരാക്കേണ്ടതായിട്ടില്ല. അടുത്ത സ്റ്റെപ്പ് 10th-ൻ്റെയും 12th-ൻ്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. 10th പാസ്ഡ്. റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ക്ലാസ് 10 2023-ലോ 22-ലോ 21-ലോ പഠിച്ചവരായിരിക്കും. ഇപ്പോൾ അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ 2024-ലാണ് നിങ്ങൾ 10th കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ 10th ഇക്വലൻറ്റ്. പ്ലേസ് ഓഫ് സ്കൂള് നഗരപ്രദേശമാണോ ഗ്രാമപ്രദേശമാണോ, ടൈപ്പ് ഓഫ് സ്കൂള് ഗവൺമെൻറ് സ്കൂൾ ആവാം, എയ്ഡഡ് ആവാം, CBSE ഒക്കെ ആണെങ്കിൽ പ്രൈവറ്റ് അൺഎയ്ഡഡ് എന്നാവാം. അതിൽ ഏത് സ്കൂളാണോ നിങ്ങൾക്ക് അങ്ങനെ വെക്കാം. KVO നവോദയ ആണെങ്കിൽ അതനുസരിച്ച് വെക്കാം. എവിടെയാണ് നിങ്ങളുടെ 10th സ്കൂളിൻ്റെ ലൊക്കേഷൻ? വിദേശത്താണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് ഏറ്റവും താഴെയുണ്ട്. 10th പഠിച്ച സ്കൂളിൻ്റെ ജില്ല, സ്കൂളിൻ്റെ ബോർഡ്. CBSE ആണെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, ICC ആണെങ്കിൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ, കേരള ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ. റിസൾട്ട് മോഡ് പേഴ്സൻറ്റേജ് വെക്കാം, CGPA വെക്കാം. അതർ CBSE-കാരാണെങ്കിൽ പേഴ്സൻറ്റേജ് വെക്കുന്നതാണ് നല്ലത്. ICC-കാരാണെങ്കിലും പേഴ്സൻറ്റേജ് ആണ് നല്ലത്. സ്റ്റേറ്റ് സിലബസിന് അതില്ലാത്ത ഗ്രേഡ് ആയതുകൊണ്ട് നിങ്ങളുടെ ഗ്രേഡ് ഏതാണെന്നുള്ളത് വെക്കുന്നു. കോമൺ 10 സബ്ജക്റ്റിനും കൂടെ നമുക്കൊരു ഗ്രേഡ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതിലേത് ഗ്രേഡാണെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. 10th റോൾ നമ്പർ, 10th ക്ലാസ് പഠിച്ച സ്കൂളിൻ്റെ അഡ്രസ്സ്, സ്കൂളിൻ്റെ പിൻകോഡ്. ഇവിടെയും വിദേശത്ത് പഠിച്ചവർക്ക് പിൻകോഡ് 6 അക്കം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സിപ്പ് കോഡോ പോസ്റ്റൽ കോഡോ ഉപയോഗിക്കാം. ബാക്കി റിമൈനിങ് നമ്പറിന് 0 ചേർത്ത് ഫില്ല് ചെയ്യണമെന്ന് മാത്രം. റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ 2024 കഴിഞ്ഞു എന്നുള്ള മീനിങ്. 2024 +2 കഴിഞ്ഞു. ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ കോഡ് 2 ആണ്. ഓൾറെഡി പാസ്സായവർ 2, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ 1 ആണ് കോഡ്. പ്ലേസ് ഓഫ് സ്കൂള് റൂറൽ ഓർ അർബൻ. നിങ്ങളുടെ സ്കൂള് എയ്ഡഡ് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ള ചോദ്യം. CBSE-ക്ക് ആണെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകൾ നിങ്ങൾക്ക് വെക്കാം. ഏത് സ്റ്റേറ്റിൽ പഠിച്ചു, ഔട്ട്സൈഡ് ആണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് വെക്കാം. ക്വാളിഫിക്കേഷൻ ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നു. ഇതൊന്നും നിങ്ങളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, ഒരു ഡേറ്റാബേസ് കളക്ഷൻ മാത്രമാണ്. +2 പഠിച്ചത് കേരള സിലബസ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, CBSE ആണെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ. റിസൾട്ട് മോഡ് പേഴ്സൻറ്റേജ് ഉണ്ട് എല്ലാവർക്കും.
സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 1200 കിട്ടിയ മാർക്ക്, CBSE ആണെങ്കിൽ 500 മാർക്ക്, ISC ആണെങ്കിലും 500 മാർക്ക്. പേഴ്സൻറ്റേജ് ഓട്ടോമാറ്റിക് വന്നോളും. +2 റോൾ നമ്പർ, സ്കൂളിൻ്റെ പേരും അഡ്രസ്സും, സ്കൂളിൻ്റെ പിൻകോഡ്. വിദേശത്തുള്ളവർ റിമൈനിങ് നമ്പർ 0 കൊടുത്ത് ആഡ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിലോട്ട് എത്തിയിരിക്കുന്നു. നമ്മൾ ട്വിൻ ബ്രദർ ഉണ്ട്, അതായത് നമുക്ക് ഒരേ ഡേറ്റ പല പ്രാവശ്യം നമുക്ക് ഡേറ്റ ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനാണ്, അത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്വിൻ ആണെങ്കിൽ നമുക്ക് ഒരേ ഡേറ്റകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ട്വിൻ ബ്രദർ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ഓർ നോ നിങ്ങൾ അതനുസരിച്ച് കൊടുക്കുക. നീറ്റ് 2024 അല്ലെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, എത്ര പ്രാവശ്യം അറ്റൻഡ് ചെയ്തു എന്നുള്ള ചോദ്യം. 2024 എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു എന്നുള്ള മീനിങ് കൊടുക്കുക. എത്ര പ്രാവശ്യം അറ്റൻഡ് ചെയ്തു എന്നാണ് ചോദ്യം. നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യം, ഇന്ത്യയിലാണോ ജനിച്ചത്, ഏത് സ്റ്റേറ്റിൽ, ഏത് ഡിസ്ട്രിക്റ്റ്. വിദേശത്തുള്ളവർക്ക് വിദേശത്താണ് കുട്ടി ജനിച്ചതെങ്കിൽ അതനുസരിച്ച് ഡേറ്റ ഫില്ല് ചെയ്യാം. വിദേശത്ത് ജനിക്കുന്നതൊന്നും നമ്മുടെ അഡ്മിഷനുമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെട്ടതല്ല. അടുത്തത് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ മൊബൈൽ നമ്പറും രണ്ടാമത്തെ ഇമെയിൽ ഐഡിയും വെക്കുന്നത്. ഇത് ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. യാതൊരു കാരണവശാലും ഇത് പിന്നീട് ആവശ്യം വരുന്നതല്ല. ക്യാപ്ച എൻ്റർ ചെയ്യുന്നു. നമ്മൾ OTPക്കായിട്ട് ഗെറ്റ് OTP കൊടുക്കുന്നു. നമ്മൾ അപ്ലോഡിംഗ് സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതാണെന്ന് നോക്കാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മുഖം 80% വലിപ്പത്തിലുള്ളതായിരിക്കണം, JPEG ഫോർമാറ്റ് ആയിരിക്കണം. കാൻഡിഡേറ്റിൻ്റെ ഈ പാസ്പോർട്ട് സൈസിൻ്റെ ഫയൽ നെയിമും എല്ലാം പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫയൽ നെയിമുകൾ കാൻഡിഡേറ്റിൻ്റെ പേരിൻ്റെ ആദ്യത്തെ 2 ലെറ്റർ _ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ എന്ന് കൊടുക്കുന്നു. ഫിംഗർ പ്രിൻറ്റ് കാൻഡിഡേറ്റിൻ്റെ ആദ്യത്തെ 2 പേര് _ ഫിംഗർ പ്രിൻ്റ് എന്ന് കൊടുക്കുന്നു. ആ ഫയൽ നെയിം തന്നെ അങ്ങനെ കൊടുത്താൽ ഇത് അപ്ലോഡ് ആവുകയുള്ളൂ. കാൻഡിഡേറ്റിൻ്റെ പേര് _ സിഗ്നേച്ചർ, പോസ്റ്റ് കാർഡ് ഫോട്ടോ, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ക്ലാസ് 10 മാർക്ക്ഷീറ്റ്, ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, അഡ്രസ് പ്രൂഫ്, പെർമനൻറ്റും പ്രസൻറ്റും ഒരഡ്രസ്സാണ് കൊടുത്തതെങ്കിൽ ആധാർ, അത് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ പ്രസൻറ്റും പെർമനൻറ്റും സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒറ്റ PDF ആക്കണം. അതുപോലെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് നമ്മൾ എന്താണോ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്നത് അതും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഐഡൻറ്റിറ്റി എന്നോ എന്നാണ് അതിൻ്റെ ഫയൽ നെയിം വന്നിരിക്കുന്നത്. അപ്പോൾ കാൻഡിഡേറ്റിൻ്റെ പേരിൻ്റെ ആദ്യത്തെ 2 ലെറ്റർ _ ഫയൽ നെയിം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ഫോട്ടോഷോപ്പിനകത്ത് ഫയൽ നെയിം കറക്റ്റ് ചെയ്യുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ 200 KB താഴെയുള്ള JPEG ഫോർമാറ്റ്, ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും എല്ലാ ഫിംഗറും ഉൾപ്പെടെ 10 ഫിംഗറിൻ്റെയും ഇംപ്രഷൻ 200 KB താഴെയുള്ള JPEG ഫോർമാറ്റ്, സിഗ്നേച്ചർ 50 KB താഴെയുള്ള JPEG ഫോർമാറ്റ്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ 4 ഇഞ്ച് വീതിയും 6 ഇഞ്ച് ഹൈറ്റുമുള്ള പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വർഷം ഫോട്ടോയിൽ പേരും ഡേറ്റും വേണ്ടതായിട്ടില്ല. കാൻഡിഡേറ്റിൻ്റെ പേരോ ഡേറ്റോ ഫോട്ടോയിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ടില്ല. കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ 300 KB താഴെയുള്ള PDF ഫോർമാറ്റാണ്. ക്ലാസ് 10 മാർക്ക്ഷീറ്റും അതുപോലെ തന്നെ 300 KB താഴെയുള്ള PDF ഫോർമാറ്റ്. അതിൻ്റെയൊക്കെ ഫയൽ നെയിം ശ്രദ്ധിക്കുക. ഇപ്പം നമുക്കറിയാം 10th സെപ്പറേറ്റ് പാസ് സർട്ടിഫിക്കറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഒരേ ഡോക്യുമെൻറ്റ് രണ്ടിടത്തും അപ്ലോഡ് ചെയ്യാം, പക്ഷേ 2 ഫയൽ നെയിം ആയിരിക്കണമെന്ന് മാത്രം. എമിറേറ്റ്സ് ID പോലെയുള്ളത്, എന്താണോ അഡ്രസ് പ്രൂഫായിട്ട് കൊടുക്കുന്നത് അത്. പിന്നെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന ഐഡൻറ്റിറ്റി പാസ്പോർട്ട് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ആധാർ ആണെങ്കിൽ അത്. JPEG ഫോർമാറ്റ് 200 KB താഴെയുള്ളത്. കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, 80% മുഖം വലിപ്പമുള്ള 200 KB താഴെയുള്ള JPEG ഫോർമാറ്റ്. ഫയൽ നെയിം SI മീൻസ് സ്റ്റുഡൻറ്റിൻ്റെ ആദ്യത്തെ 2 ലെറ്റർ _ PHO TO ഫോട്ടോ. അപ്ലോഡ് ഒറിജിനൽ. നമുക്കതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാം. അപ്ലോഡ് എന്ന് കൊടുക്കുന്നു. ഇമേജ് അപ്ലോഡ് സക്സസ്ഫുള്ളി. ഏറ്റവും റൈറ്റ് സൈഡിൽ നമുക്കത് ഇമേജ് കറക്റ്റായിട്ട് അപ്ലോഡ് ആയിരിക്കുന്നത് കാണാം. കറക്റ്റ് ഡയമെൻഷൻ ആയതുകൊണ്ട് അത് അപ്ലോഡായി. ആ ഇമേജിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ആവുകയില്ലായിരുന്നു.
നമ്മൾ ചെയ്ത ഫയൽ കറക്റ്റ് ആയതുകൊണ്ടാണിത് അപ്ലോഡ് ആയത്. സെക്കൻഡ് വൺ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് തമ്പ് ഉൾപ്പെടെയുള്ള 10 ഫിംഗേഴ്സിൻ്റെയും ഇംപ്രഷൻ. 10 ഫിംഗേഴ്സിൻ്റെയും ഇംപ്രഷൻ ഒരു A4 സൈസിൽ സ്കാൻ ചെയ്തത്. 200 കിലോബൈറ്റ്സ് JPEG ഫോർമാറ്റ്. ദെൻ സിഗ്നേച്ചർ. $50 കിലോബൈറ്റ്സിൽ താഴെയുള്ള JPEG ഫോർമാറ്റ്. നെക്സ്റ്റ് വൺ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. കാൻഡിഡേറ്റിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ അതേ ഇമേജ് 4x6 വലുപ്പത്തിലുള്ള പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. നെക്സ്റ്റ് വൺ, കാറ്റഗറി സർട്ടിഫിക്കറ്റ്. അത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് അഡ്മിഷൻ സമയത്ത് അത് കോളേജിൽ പ്രസൻറ്റ് ചെയ്താൽ മതിയാകും. അടുത്തതായിട്ട് കാൻഡിഡേറ്റിൻ്റെ ക്ലാസ് 10 മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നവർക്കും CBSE പഠിക്കുന്നവർക്കൊക്കെ ഇത് മോസ്റ്റ് പ്രോബബിളി രണ്ടും ഒരേ ഫയൽ തന്നെ ആയിരിക്കും. പക്ഷേ ഡിഫറെൻറ്റ് ഫയൽ നെയിമുകൾ കൊടുക്കുന്നു. അതല്ല, സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, പാസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. ക്ലാസ് 10 മാർക്ക് ഷീറ്റ്. എനിക്ക് രണ്ടും ഒന്ന് തന്നെ ആയതുകൊണ്ട്, മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും ഒന്നായതുകൊണ്ട് ഞാൻ ഒരേ ഫയൽ 2 ഫയൽ നെയിം വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ്. അടുത്തതായിട്ട് നമ്മൾ അഡ്രസ് പ്രൂഫ്. ഞാൻ ആധാറാണ് അഡ്രസ് പ്രൂഫായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ID പ്രൂഫ്, നമ്മൾ എക്സാമിന് കൊണ്ടുപോകേണ്ട ID പ്രൂഫ് ഇപ്പോൾ അവരത് ഒഴിവാക്കിയിട്ടുണ്ട്. അഡ്രസ് പ്രൂഫ് വരെ അപ്ലോഡ് ചെയ്താൽ മതിയാകും. ID പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. അങ്ങനെ 8 ഡോക്യുമെൻറ്റ്സ് ആണ് നോർമൽ ഒരു കാൻഡിഡേറ്റിന് അപ്ലോഡിങ്ങിൽ വരുന്നത്. അത് കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഓപ്ഷനിലാണ്. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് ഒരിക്കൽ കൂടി, കാരണം ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് പിന്നീട് ഒരു കാരണവശാലും നമുക്ക് തിരുത്താൻ അനുവദിക്കുന്നതല്ല. കാരണം നമുക്ക് കറക്ഷൻ ടൈം മാർച്ച് 9 ഉണ്ടെങ്കിലും അത് പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമേ എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫയലുകൾ ഒരിക്കൽ കൂടി ക്ലിക്ക് ഹിയർ ടു വ്യൂ അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് കൊടുത്തിട്ട് മാത്രമേ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാവുള്ളൂ. അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്നുള്ളത്, ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് NTA-ക്ക് മനസ്സിലായാൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് അപ്ലോഡിങ് ഡോക്യുമെൻറ്റ്സ് വളരെ കൃത്യമായിട്ട് ചെയ്യുക. ദെൻ ബാക്കിയുള്ളത് നമ്മുടെ ഫൈനൽ സബ്മിറ്റാണ്. നമ്മളെല്ലാ ഡീറ്റെയിൽസും വളരെ സാവധാനത്തിൽ എല്ലാം വായിച്ച് നോക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെയുണ്ട്, അത് നമ്മൾ വായിച്ച് നോക്കുക. എല്ലാം കൃത്യമാണെന്ന് നമുക്ക് ഉറപ്പായാൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ നോക്കിയത്, ഏതൊക്കെ ഡീറ്റെയിൽസ് ആണോ നോക്കിയത്, അതെല്ലാം കറക്റ്റ് ആണെന്നുള്ള ഒരിക്കൽ കൂടി ഉറപ്പിക്കാനായിട്ട് അതിൻ്റെ കോളങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ I എഗ്രി കൊടുക്കുന്നു, ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് 2 സ്റ്റെപ്പും കൂടാണ് ചെയ്യാനുള്ളത്. ഒന്ന്, ഇമെയിൽ ID-യിലെ വെരിഫിക്കേഷനും അതുപോലെ കൺഫർമേഷൻ പേജും. നമ്മൾ ഇമെയിൽ ID-യിലോട്ട് കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID 4 ഡിഫറെൻറ്റ് വെരിഫിക്കേഷനാണ് ഉണ്ടായിരുന്നത്. അതിലാദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഫോൺ വെരിഫിക്കേഷൻ ചെയ്തു. അതിനുശേഷം എമർജൻസി കോൺടാക്റ്റിനകത്ത് നമ്മൾ ആ ഫോൺ നമ്പർ ഇമെയിൽ ID അപ്പോൾ OTP വെരിഫൈ ചെയ്തു. ആദ്യം പ്രിലിമിനറി രജിസ്ട്രേഷൻ കൊടുത്ത ഇമെയിൽ ID നമ്മൾ ഇപ്പോഴാണ് വെരിഫൈ ചെയ്യുന്നത്. അതിൻ്റെ ഇമെയിലിലോട്ടും ഒരു OTP വന്നിട്ടുണ്ട്, അതും എൻ്റർ ചെയ്യണം. ഇമെയിൽ ID-യിൽ വന്ന OTP എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ 4 ഡിഫറെൻറ്റ് OTP-കൾ പല സമയത്തായിട്ട് വന്ന് നമ്മൾ എൻ്റർ ചെയ്തിട്ടാണ് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഫീ. നമ്മൾ കൊടുത്ത എക്സാം സെൻറ്റർ ഇന്ത്യയിലായതുകൊണ്ടും EWS കാറ്റഗറി എന്ന് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടും 1600 രൂപയാണ് ഫീസ്. ഇന്ത്യക്ക് പുറത്ത് വിദേശത്തായിരുന്ന എക്സാം സെൻറ്ററെങ്കിൽ 9500 രൂപയും, അതുപോലെ തന്നെ ജനറൽ വിഭാഗമായിരുന്നെങ്കിൽ 1700 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത്. പേയ്മെൻറ്റ് മെത്തേഡ്, ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഈ 4 ഗേറ്റ് വേ, SBI, കാനറ, ICICI, HDFC, ഇത് പേയ്മെൻറ്റ് ഗേറ്റ് വേകളാണ്. ഈ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ എന്നല്ല.
നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് ഇതിലേത് ഗേറ്റ് വഴിയും വർക്ക് ചെയ്യും. നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഏത് ബാങ്കിൻ്റെയും നെറ്റ് ബാങ്കിങ് ഇവിടെ ഉപയോഗിക്കാം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം, QR കോഡ് സ്കാൻ ചെയ്യാം. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും സക്സസ് ആയിട്ട് പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുകയും കൺഫർമേഷൻ പേജ് ഡെവലപ്പ് ആവുകയും ചെയ്യും. പേയ്മെൻറ്റ് സക്സസ് ആയെങ്കിൽ കൺഫർമേഷൻ പേജ് ഡെവലപ്ഡായി PDF ഫോർമാറ്റായിട്ട് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്. അഡ്മിഷൻ സമയത്ത് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇത് ജനറേറ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ പേയ്മെൻറ്റ്, നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം ഇതൊരിക്കൽ കൂടി വെരിഫൈ ചെയ്യുക, നമ്മൾ ചെയ്തതിനകത്തൊന്നും തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മാർച്ച് 9 പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത ഇമേജുകൾക്ക് ക്ലാരിറ്റി ഇല്ലായ്മ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ NTA യഥാസമയം അറിയിക്കുകയും അത് മാറ്റുവാനുള്ള സമയം തരികയും ചെയ്യും. അപ്പം നീറ്റ് 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ കൺഫർമേഷൻ പേജ് ഡെവലപ്പ് ആയതോടുകൂടി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഇനി മാർച്ച് 9 പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മളായിട്ട് തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ NTA നമ്മളെ അറിയിക്കില്ല. നമ്മളായിട്ട് വരുത്തിയിരിക്കുന്ന തെറ്റുകൾക്ക് മാർച്ച് 9 മുതൽ കറക്റ്റ് ചെയ്യാം. എക്സാമിനേഷൻ സെൻറ്റർ, എക്സാമിനേഷൻ സിറ്റി ഏപ്രിൽ 16 ഈ സൈറ്റിൽ തന്നെ വരും. അഡ്മിറ്റ് കാർഡ് മെയ് 1 വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. നീറ്റ് 2025 സക്സസ്ഫുള്ളായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞിട്ടും കൺഫർമേഷൻ പേജ് ഡെവലപ്പ് ചെയ്യുകയും അത് നമ്മൾ സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ പ്രിൻ്റ് എടുക്കുന്നതിലാണ് ഒരു ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നത്. ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് പ്രിവ്യൂവും ചെക്ക് ചെയ്ത് ഇമെയിൽ IDയിലെ OTPയും എൻ്റർ ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് അടയ്ക്കുകയും കൺഫർമേഷൻ പേജ് ഡെവലപ്പ് ചെയ്യുന്നതിനും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കൺഫർമേഷൻ പേജ് ഡെവലപ്ഡ് ആയാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കുന്നു. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറുമായിട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി തെറ്റുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുക. എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്റർ അനുവദിച്ചിരിക്കുന്നതെന്നുള്ളത് ഏപ്രിൽ 16 മെയ് 1 മുതൽ അഡ്മിറ്റ് കാർഡും ഇതേ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. മെയ് 4 നടക്കുന്ന നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ വിജയാശംസകൾ. Brilliant Study Center, India's #1 coaching center for NEET and JEE.